അങ്ങനെയാണെങ്കിൽ അബൂലഹബിന്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടത് ബുഖാരിയിലുണ്ട്. അബൂലഹബിന്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടു. അപ്പൊ അബൂലഹബ് വന്ന നരകത്തിൽ നിന്ന് സ്വപ്നത്തില് ബന്ധപ്പെട്ടതാ എന്ന് പറഞ്ഞു. എന്റെ കൈയിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടുന്നുണ്ട്, കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ട്. അങ്ങനെ സ്വപ്നം കണ്ടു എന്ന വിവരം, അബൂലഹബ് സ്വപ്നം കണ്ടു എന്ന വിവരം അദ്ദേഹത്തിന്റെ അബൂലഹബിനെ സ്വപ്നം കണ്ടു എന്ന വിവരം കുടുംബക്കാരൻ പറയുമ്പോ, ഓ അബൂലഹബിന്റെ ഒരു കറാമത്തെ, എന്ത് നരകത്തിലാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറയന്നേ. അങ്ങനെ മനസ്സിലാക്കാൻ തെളിവിടിക്കാൻ പറഞ്ഞു ആരെങ്കിലും? ഇല്ല. മാത്രല്ല, പ്രവാചകന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾ അത് ദീനിൽ ഒരു രേഖയുമാക്കാൻ പറ്റിയതല്ല. എന്നിട്ട് അടിസ്ഥാനപരമായ ഒരു കാര്യത്തിന് തെളിവായി ഉദ്ധരിച്ചു കൊണ്ടുവരുന്നത് നബിയെ സ്വപ്നം കണ്ടു. നബിയെ സ്വപ്നം കാണാം. നബിയെ സ്വപ്നം കാണാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിയെ സ്വപ്നം കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നം പ്രവാചകനാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അതേ രൂപത്തിൽ ആരെങ്കിലും വന്നാൽ അത് പ്രവാചകൻ തന്നെയായിരിക്കും. ഒരിക്കലും പിശാചിന് പ്രവാചകന്റെ രൂപം പ്രാപിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ യഥാർത്ഥത്തിൽ വരുന്നു എന്നല്ല, യഥാർത്ഥത്തിൽ പ്രവാചകൻ ബന്ധപ്പെടുന്നു എന്നല്ല. പ്രവാചകൻ സ്വപ്നത്തിൽ, സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥ, സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ അല്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ സംഭവിച്ചു അല്ല. അപ്പൊ സ്വപ്നത്തിൽ കണ്ടു എന്നത് ഒരിക്കലും ഒരു അടിസ്ഥാനപരമായ കാര്യത്തിന് ദലീലാക്കാൻ ഇസ്ലാമിൽ യാതൊരു നിയമമില്ല. സ്വപ്നം യാഥാർത്ഥ്യമായാൽ അത് അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാം, അതല്ലെങ്കിലോ പിശാചിൽ നിന്നാണെന്ന് വിശ്വസിക്കാം. ഇതാണ് ആ വിഷയത്തിലുള്ളത്. ഈ വിഷയമാണ് രണ്ടാമത് അദ്ദേഹം തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. ഏതായാലും ആ രണ്ട് കാര്യത്തിനും തെളിവില്ല. ആ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം പിടിക്കുന്നത് എന്താ അറിയോ? അത് റൗളയിൽ തന്നെ ഒരു ബൈത്തനുണ്ട് എന്നാണ്. റൗളയിൽ തന്നെ ഒരു ബൈത്തനുണ്ട്, കേട്ടോളൂ. ആദരവായ റസൂലുള്ളാഹിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ പോയി നോക്കൂ. തിരക്കില്ലാത്ത സമയത്ത് പോകാൻ സാധിച്ചാൽ അള്ളാഹു പല തവണ അവിടെ എത്തിപ്പെടാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിച്ച് റൗളന്റെ മുകൾക്ക് ഇങ്ങനെ നോക്കിയാൽ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. കുറെ വരി എഴുതി വെച്ചിട്ടുണ്ട്, പഴയതോ പള്ളിയിലൊക്കെ എഴുതി വെച്ചതുപോലെ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി ഇന്നി ഇദാ മസ്സനി ലൈമുൻ യുറവ്വിഉനി ഫഖുൽതു യാ സയ്യിദ സാദാതി യാ സനദി യാ സയ്യിദി യാ റസൂലല്ലാഹ്. എന്റെ സയ്യിദായ അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ കൈ പിടിച്ചെന്നെ മുന്നോട്ട് നയിച്ചാലും പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ല. നബിയെ, നിങ്ങൾ മാത്രമാണ് എന്നെ സഹായിക്കാനെന്ന് കൃത്യമായി സഹായം ചോദിക്കുന്ന പദ്യശകലങ്ങൾ വിശദമായി എഴുതി വെച്ചത് സൂക്ഷിച്ചു നോക്കിയാൽ ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഈ വിനീതന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇതാരാണ് അവിടെ എഴുതി വെച്ചത്? ആരാ എഴുതി വെച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. ആരെഴുതി വെച്ചെന്ന് പറയോ? ആരെഴുതി വെച്ചെന്ന് പറയോ? പറഞ്ഞാൽ കഴിഞ്ഞു. ആരാ എഴുതി വെച്ച് പറഞ്ഞ? ഇവരെല്ലാത്തിനും റസൂലുള്ളാഹിന്റെ ഖബർ. ഈ അടുത്ത് നമ്മൾ കണ്ടു, ഒരു ജാറ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഫോട്ടോ ഉണ്ടാക്കി റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടോ, കെട്ടിപ്പൊക്കി പട്ടിയിട്ട് തലയിൽ കെട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഖബറാ റസൂലുള്ളാഹിന്റെ ഖബർ. അതും വിറ്റ് കാശാക്കണം. റസൂലുള്ളാഹിന്റെ ഖബറും വിറ്റ് കാശാക്കണം. ഖബർ കച്ചവടം ചെയ്ത് ചിരിച്ചവരവര്. ആ റസൂലുള്ളാഹിന്റെ ഖബർ, ആ ഖബർ വിറ്റ് കാശാക്കുക. അവസാനം പിന്നെ ഒരു ബൈത്ത് അത് കാണിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ഖബർ പ്രവാചകന്റെ വീട്ടിലാണ് ഖബറടക്കിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലേ? ആ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാൺ മാത്രമേ ഉയർത്തപ്പെട്ടിരുന്നുള്ളൂ. ഇത് ഞാനല്ല പറയുന്നത്, സുന്നി അഫ്കാർ വാരികയാണ്, സന്ദർഭോചിതമായി ഓർപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ ഖബറിനെ കുറിച്ച് പറയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാൺ ഉയർത്തപ്പെട്ടുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാണ്, ഖബറിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ച് ഉയർത്തുന്നതിനേക്കാൾ ഉത്തമം മുകൾ ഭാഗം പരത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ അങ്ങനെ പരത്തപ്പെട്ടിരുന്നു. അബൂദാവൂദ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കെട്ടി ഉയർത്തിയിട്ടില്ല. നമ്മളല്ല പറയണത്, സുന്നി അഫ്കാർ ഒരു ചാ മാത്രം ഉയരത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ബൈത്ത് എന്ന് പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ റൗളയിലുള്ള ബൈത്ത് എന്ന് പറഞ്ഞല്ലോ, അത് ആരാ ഉണ്ടാക്കിയത് നമ്മളോട് ചോദിക്കുക. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ. ആരുണ്ടാക്കിയത് കേട്ടോ? നബിയുടെ വീടിന് മുകളിലുള്ള ബൈത്ത്. നബിയുടെ വീടിന് മുകളിലുള്ള ബൈത്ത്. നബിയുടെ വീടിന് മുകളിൽ അതാണ് റസൂലുള്ളാഹിയുടെ ഖബറടക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീടാണ്. റസൂലുള്ളാഹിന്റെ വീടിന്റെ മുകളിലാണ് ബൈത്ത് എഴുതി വെച്ചത്. എന്താ ബൈത്ത്? അത് മറ്റൊന്നുമല്ല, അതിപ്പോ പാടി പലരും പാടാറുണ്ട്, പുതിയതൊന്നുമല്ല. അവിടെ പേരോടുമില്ലാരുടെ ഫേവറേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സാധാരണ പേര് വന്നതാണ്, പെട്ടത് തന്നെ. കാര്യം എന്താണ്? നബിയുടെ വീടിന് മുകളിലുള്ള ബൈത്ത് ആരെ എഴുതിയെന്നറിയോ? ഹിജ്റ 1191
ആരെഴുതിയത്? ഹിജ്റ 1191 സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ ഇബ്നു സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ ഈ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു. അപ്പൊ ആരാ ഇത് എഴുതിയത്? അത് സുൽത്താൻ അഹമ്മദ് അബ്ദുൽ ഹമീദ് ഖാൻ ഇബ്നു സുൽത്താൻ അഹമ്മദ് ഖാൻ. എപ്പോഴാ എഴുതിയത്? 1191. 1100. ഇസ്ലാം വന്നിട്ട് എത്ര കൊല്ലായി? 1400 കൊല്ലായി. 1191. 1191 കൊല്ലം ഇസ്ലാം വന്നു, പ്രവാചകൻ വന്നു, സഹാബത്ത് വന്നു, താബിഈങ്ങൾ വന്നു. അതിനുശേഷം 1191 കൊല്ലം ഈ ലോകത്ത് ജീവിച്ച ഒരാളും ആ ബൈത്ത് കണ്ടിട്ടില്ല. ആ ഫൈസി പിന്നെ 200 കൊല്ലായി ഫൈസിയെപ്പോലുള്ള ആൾക്കാർ ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് കണ്ടത്. 200 കൊല്ലമായിട്ടുള്ള എഴുതിയിട്ട് എന്താ ബൈത്ത് എന്നാന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി മാത്രമല്ല എല്ലാം അവിടെ ഇല്ല എന്ന് പറയുന്നത്, മായിച്ചിട്ടുണ്ട് പലതും. ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ റബ്ബുൽ ജമാലി എന്ന് തുടങ്ങുന്ന വരികളല്ലാത്ത മിക്കതും മായ്ക്കപ്പെട്ടു പോയി. തുർക്കിക്കാരനായ അയ്യൂബ് സബരി ഭാഷയുടെ മിർആത്തുൽ ഹറമീനി എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാവുന്നതാണ്. ഏറ്റവും പുണ്യമുള്ള ആ പദ്യം ഇവിടെ പകർത്തുന്നു. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി എന്ന് പറഞ്ഞിട്ട് ആ ബൈത്ത് ഇങ്ങനെ എഴുതാം. അപ്പൊ 200 കൊല്ലം മുമ്പ് ഏതോ ഒരാള് അവിടെ കൊണ്ടുപോയി എഴുതി വെച്ചു. അത് ദീനിൽ എങ്ങനെ തെളിവാക്കും? അതെങ്ങനെ പ്രമാണാക്കും? 200 കൊല്ലം മുമ്പ് അവിടെ കൊണ്ട് എഴുതിച്ച 1191 കൊല്ലം ഇവിടെ ജീവിച്ച സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അയിമ്മത്തിന്റെ ഇമാമുകൾ, അവിടെ നിങ്ങോട്ടുള്ള ഒരു മനുഷ്യനും അത് നല്ല മനുഷ്യന്മാരാരും അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നല്ല മനുഷ്യന്മാരാരും ഇത് കണ്ടിട്ടില്ല. നേരെ മറിച്ച് വൈശ്യപ്പോലുള്ള ആൾക്കാർ പോയി അത് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നമുക്കറിഞ്ഞുകൂടാ എപ്പോഴത് ഉണ്ടാക്കിയത്, ആരാ ഉണ്ടാക്കിയത് ചോദിച്ചല്ലോ. ചരിത്രം വല്യായിട്ട് അറിയുന്ന ആളല്ലേ, എങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ? ഉണ്ടാക്കിയത് സുൽത്താൻ അബ്ദുൽ ഹമീദ് എന്ന് പേരുള്ള ഒരാളാണ്. അത് മാത്രല്ല 1191 ഇനി അത് മാത്രല്ല സഹോദരങ്ങളെ, പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? എന്തിനാ ഇത്ര ഈ ഇടങ്ങേറാണ്? എന്തിനാ ഉള്ള പിന്നെ മറ്റുള്ള പ്രയാസമൊക്കെ സഹിച്ച് വാദമൊക്കെ സമർത്ഥിക്കണത്? അത് അള്ളയില്ലാത്തൊരു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ, അള്ളയില്ലാത്തൊരു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ ഈ പ്രയാസം മുഴുവൻ, ഈ കഷ്ടപ്പാട് മുഴുവൻ. എന്നിട്ടെന്താ ഗുണം? കാരണം എന്ന് വെച്ചാൽ മൂപ്പര് വലിയ രൂപത്തിൽ പുസ്തകം എഴുതി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തൗഹീദ് മുഴുവൻ തെറ്റിദ്ധാരണ പരത്താതിനകത്ത്. ആ ഉമർ മൗലയുടെ സൽസബിയിൽ പോലും വെട്ടിമുറിച്ചും കഷ്ടം വെച്ചും അതിലെടുത്തു ധരിച്ചിട്ടുണ്ട്. സൽസബിയിൽ പോലും കൃത്രിമം കാട്ടി അതിലെടുത്തു ധരിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാന്റെ ആയത്തൊക്കെ പറയണോ? മലയാളത്തിലെ ബുക്ക് വരെ കൃത്രിമം കാണിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. തൗഹീദ് വലിയ പുസ്തകമൊക്കെ എഴുതി, അതിനുവേണ്ടി അതിന്റെ പ്രസാദ് വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അവിടെ വന്നൊരു സുഹൃത്തിന് സംശയം തോന്നി, അല്ല ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് പുസ്തകമൊക്കെ എഴുതിയല്ലോ, ഇത്രയും വലിയ കഷ്ടപ്പെട്ടൊരു പ്രസംഗമൊക്കെ നടത്തിയല്ലോ, എന്താണിത് ഇയാൾ പറയുന്ന കാര്യം സ്വീകരിച്ചാൽ കിട്ടുക? അതറിയണല്ലോ. എന്താ അതുകൊണ്ടുള്ള നേട്ടം? അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ എണീറ്റ് ചോദിച്ചു, അല്ല ഉസ്താദ്, എന്താണ് ഇതിന്റെ ഹുക്കുമ്? ഈ ഇസ്തിഹാസ വേണം, ഇസ്തിഹാസ ചെയ്യണം എന്നൊക്കെ പറയണ്ടല്ലോ, മൗലൂദും റാത്തീബൊക്കെ ഓതണം, അതിനകത്തൊക്കെ ഇസ്തിഹാസ ഉണ്ട്, ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ ഇത്, എന്താ അതിന്റെ ഹുക്കുമ്? ഇയാളോട് ചോദിച്ചു. അത് കേട്ടോളൂ അയാൾ പറയുന്ന ഉത്തരം. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. ഹലോ, അനുവദിക്കപ്പെട്ട കാര്യമാണ്, അനുവാദമുള്ള ജായിസായ കാര്യം എന്നാണ് അയാൾ അറബി പറഞ്ഞത്. ജായിസ് എന്താ സഹോദരങ്ങളെ? മദ്രസ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 ഹുക്കുമുകൾ, 5 ഹുക്കുമുകളുണ്ട് അല്ലേ? ആ 5 ഹുക്കുമിൽ ഒന്നാണ് ജായിസ്. ജായിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫർള്, സുന്നത്ത്, മുബാഹ്, ആ രൂപത്തിൽ എണ്ണിപ്പറയുന്ന ഹുക്കുമുകളിൽ ജായിസ് എന്ന് പറയുന്ന ഹുക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ വിശദീകരണം? ചെയ്താൽ കൂലിയില്ല, ചെയ്തില്ല ശിക്ഷയില്ല. ചെയ്താൽ കൂലിയില്ല, ചെയ്തില്ല ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിച്ചോണ്ട് കൂലി കിട്ടോ? ഇല്ല. ബിരിയാണി കഴിക്കാൻ ശിക്ഷ കിട്ടോ? അതുമില്ല. അപ്പൊ ചെയ്താലും ചെയ്തില്ലേലും ഒരു പ്രശ്നമില്ല. അനുവദന. എന്റെ വസ്ത്രം ഇസ്തിരി ഇടാതിരിക്കാം, ഒരു പ്രശ്നമില്ല. എനിക്ക് സൈക്കിളിൽ പോവാതിരിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോ സഹോദരങ്ങളെ, ചെയ്താൽ പ്രശ്നമില്ല, ചെയ്തില്ലേ ശിക്ഷയില്ല, അനുവദനീയം. അതാണ് അനുവദനീയം എന്ന് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ കേസ് എന്നാണ്. അപ്പൊ ഒരു പുണ്യം കിട്ടാനില്ല. ഒരു ബിരിയാണി എന്ന പോലെ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ച പോലെ